അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും, ഒരു സംശയമില്ല. ടൊവിനോ ബേസിൽ എന്ന സംവിധായകനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? അത് സീരിയസ് നോട്ട് ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ തല്ലിപ്പഴിപ്പിക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഓഡിയൻസ്, ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിലിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ബേസിലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ അതിൽ സംസാരിച്ചപ്പോൾ ഞാനും ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, അത് എഴുത്ത് നടക്കുന്നു. കുറച്ച് 1-2 പെട്ടെന്ന് അതിന് തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് വളരെ ബുദ്ധിമാനല്ലടാ. അതെ, ഡേറ്റ് ഇല്ല, എനിക്കുമില്ല. ഇല്ല, ഒന്നും അങ്ങനെ. അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഇവിടെ നമ്മളിന്ന് സംസാരിക്കുന്നതിനേക്കാൾ. പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു നെയിം സേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നൊരു അർത്ഥമില്ല. അപ്പോൾ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ. സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കില്ല. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും, ഒരു സംശയമില്ല. ഉറപ്പായിട്ടും പബ്ലിക്കിൽ ഇങ്ങനെ പറയണമെന്നുള്ളൂ.